ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില അവനിപ്പോ. ഞാൻ അവനെ വിളിക്കണോ? അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ എങ്ങനെ വിളിക്കും? അല്ലെങ്കിൽ തന്നെ അവനെ വിളിച്ചിട്ട് എന്ത് പറയാനാ? വെറുതെ അവനെ മോഹിപ്പിച്ചിട്ട് അവസാനം അമ്മ ഒളിച്ചോടി പോയതിന്റെ പേരുദോഷം ഇപ്പോഴും അനുഭവിക്കുന്നവരാ ഞാനും എന്റെ അനിയത്തിമാരും. അതുപോലെ ഒന്നിനി ഉണ്ടായ എന്റെ പിള്ളേർക്ക് അത് താങ്ങാൻ പറ്റില്ല. അവർക്ക് അതിനുള്ള കരുത്തൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം ഈ കല്യാണത്തിന് പിന്നിലുള്ള കാര്യം അവരാരും അറിയരുത്. ഡോക്ടറെ ഞാൻ കണ്ടുപിടിച്ചാലും അതുവരെ ഈ മുറിക്കകത്ത് ഡോക്ടറെ കാത്തിരിക്കുന്ന പാർവതിയും ഡോക്ടറെ കണ്ടെത്തി പാറുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഇനി ഞാൻ മാത്രമേ ഉണ്ടാവൂ. ദേവിയെ നമുക്ക് അഭിനയിക്കാം, ഭാര്യാഭർത്തക്കന്മാരായിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം. നടക്കില്ല. ആർക്ക് വേണ്ടി അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. ഈ താലിയാണല്ലോ പ്രശ്നം. ഇത് പൊട്ടിച്ചെറിഞ്ഞ തീരല്ല എല്ലാം. പാറു, താലി പൊട്ടിക്കൽ. എടോ കൊടനിലത്ത് പത്മനാഭ, വാക്കിന് വിലയില്ലാത്ത നട്ടലില്ലാത്ത നീ ഞങ്ങളോട് കാണിച്ചത് ചതിയാണ്, കൊടുംചതി. നീ കാണിച്ച നെറുകേടിന് എന്താ ചെയ്യേണ്ടെന്ന് അറിയാവോ? നാണം കെട്ടവന്. എന്തിനാ വിളിക്കുന്നു? പറയാനുള്ളത് പറഞ്ഞു തീർന്നില്ലേ? ഇനി ഇതിനോട് എന്ത് പറയാനാ? വിശ്വം, ഒടുവിൽ നിങ്ങൾ അവന് തന്നെ നിങ്ങളുടെ മോളെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു അല്ലേ? അത് പിന്നെ അങ്ങനെ സംഭവിച്ചു. നാട്ടുകാരുടെ മുന്നിൽ മുഖം രക്ഷിക്കാൻ എനിക്കതല്ലാണ്ട് വേറെ മാർഗമില്ലായിരുന്നു. പക്ഷേ അതോടെ എല്ലാം തീർന്നു. ഇനി പാർവതി എന്നൊരു മോള് പഴനിലത്ത് പത്മനാഭനില്ല.
നാളെ അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കപ്പിണ്ടം വെക്കാൻ പോവുക. അവള് ചത്തു, ശവദാഹവും കഴിഞ്ഞു. നിങ്ങൾ ഇരിക്കപ്പിണ്ടം വയ്ക്കുകയോ 16 അടിയന്തരം നടത്തുകയോ ചെയ്തോ, അതൊക്കെ നിങ്ങളുടെ വിഷയം. തകർന്നത് എന്റെ അനിയന്റെ ജീവിതമാ. അവിടുന്ന് തിരികെ വന്നുടൻ അവൻ മുറിക്കകത്ത് കയറി വാതിലടച്ചതാ. ഇതുവരെ അവൻ തുറന്നിട്ടില്ല. ഞങ്ങൾ പലവട്ടം വിളിച്ചു നോക്കി, ആവുന്നത്ര പറഞ്ഞു നോക്കി. അവൻ വാതില് തുറക്കുന്നില്ല. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില അവനിപ്പോ. ഞാൻ അവനെ വിളിക്കണോ? അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ എങ്ങനെ വിളിക്കും? അല്ലെങ്കിൽ തന്നെ അവനെ വിളിച്ചിട്ട് എന്ത് പറയാനാ? വെറുതെ അവനെ മോഹിപ്പിച്ചിട്ട് അവസാനം ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു സാറേ. വിശ്വ, ചതിച്ചത് ഞാനല്ലല്ലോ, അവളല്ലേ. എന്റെ മകളായിരുന്ന അവളല്ലേ നമ്മളെ രണ്ടു കൂട്ടരെയും ചതിച്ചത്. മോളുടെ മനസ്സിൽ മറ്റൊരുത്തനുള്ള വിവരം നിങ്ങൾ കാലക്കൂട്ടി അറിയണമായിരുന്നു. ശരിയാണ്, അതെന്റെ തെറ്റ് തന്നെയാണ്. എന്റെ ഏറ്റവും വലിയ പരാജയം. നിങ്ങൾക്കിതൊക്കെ പറയാം, പക്ഷേ ഞങ്ങൾക്കുണ്ടായ അപമാനം എങ്ങനെ മാറും? ഏത് കാലത്ത് മാറും? ഇന്ദ്രനെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും? ഞാൻ നേരിട്ട് വന്ന് അവനെ കാണാം. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്ന നല്ലത്. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കട്ടെ. വിശ്വം അങ്ങനെ പറയരുത്. കല്യാണം മുടങ്ങി, നാണക്കേട് നിങ്ങൾക്കും ഉണ്ടായി, എനിക്കും ഉണ്ടായി. പക്ഷെ കല്യാണം മുടങ്ങിയതിന്റെ പേരില് നമ്മൾ തമ്മിലുള്ള ബന്ധം തകരരുത്. വിശ്വ, നമുക്കിനിയും പഴയ പോലെ ബന്ധം തുടരണം. ഒരുമിച്ചുള്ള ബിസിനസ് ഒക്കെ അങ്ങനെ തന്നെ തുടരണം. അതിനി ബുദ്ധിമുട്ടാവും സാറേ. വിശ്വ വിശ്വ അയാൾ വീണ്ടും ബന്ധം പുതുക്കാൻ വന്നിരിക്കുന്നു. നാണക്കേടൊക്കെ വരുത്തി വച്ചിട്ട് പിന്നെയും വന്നിരിക്കുക പഴയ കണക്കും പറഞ്ഞു. വിട്, പാറു, എനിക്ക് പോണം. പാറു, എനിക്ക് എവിടെ നിൽക്കണ്ട.